അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളെ തിരികെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സിപിഐഎം പ്രതികരിക്കുന്നില്ല എന്ന് നമുക്ക് പറയേണ്ടതില്ല. സിപിഐഎമ്മിന്റെ ഒരു മുതിർന്ന നേതാവാണല്ലോ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഇടയിലൊന്ന് ഫോൺ കട്ടായി പോയിരുന്നു അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഇതിലിപ്പോൾ ഈ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് റിബേഷി പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 2:13 ആദ്യമായി ഈ പോസ്റ്റ് വരുന്നതെന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ ബോധ്യമായത്. അതിൽ റിബേഷ് കാര്യങ്ങൾ തുറന്നു പറയണ്ടേ, ഫോറൻസിക് പരിശോധനാ ഫലം വരേണ്ടേ, ഇതിനൊക്കെ ഒരു മെല്ലപ്പോക്കുണ്ടല്ലോ. അതാണ് പ്രതിപക്ഷം പറയുന്നത്. അതിനുള്ള മറുപടി എന്താണ്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കെ ലതിക അന്ന് പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് ഈ പോസ്റ്റ് അഭിലഷണീയമല്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, ഇത്തരം പോസ്റ്റുകൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് കെ ലതിക അന്ന് അഭിപ്രായപ്പെട്ടിട്ടില്ല. ഇത് അഭിലഷണീയമല്ല എന്നാണ് കെ ലതികയുടെ അഭിപ്രായമായിട്ട് ഞാൻ കേട്ടത്, ഞാൻ മനസ്സിലാക്കിയത്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം CPM-ന്റെ നിലപാടെന്ന് തന്നെ വ്യക്തമാക്കപ്പെട്ടു. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ടത് ആളെ കബളിപ്പിക്കാൻ വേണ്ടി ഇപ്രകാരം ഒരു വ്യാജ പോസ്റ്റ് ഈ പറയുന്ന ആൾ ഉണ്ടാക്കിയതാണോ, ഇതാണെന്ന് പരിശോധിക്കേണ്ടത്. പരിശോധനയിൽ സർക്കാർ തയ്യാറാണ്. അതിന്റെ ഭാഗമായി ആ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ഫോറൻസിക് പരിശോധന അയക്കുമ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ലഭിക്കും. ഈ പറയുന്ന വ്യക്തിയാണോ മറ്റൊരു വ്യക്തിയാണോ ഉണ്ടാക്കാൻ കഴിയുക. നമ്മളെ സംബന്ധിച്ച പരിമിതികളുണ്ടല്ലോ. അതെ, ഈ സ്ക്രീൻഷോട്ട് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ വസ്തുതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഷാഫി പറമ്പിലിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വരുമ്പോൾ അതിന്റെ ഗുണഭോക്താവായി വരേണ്ടത് വടകരയിൽ CPI-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന CPI-ന്റെ മുതിർന്ന നേതാവ് കെ ശൈലജയാണ്. ആ ഗുണഭോക്താവ് ഇന്നലെ നടത്തിയ മറുപടി അത് എന്താണെന്ന് ഞാൻ അങ്ങയോട് പറയാം. സ്ക്രീൻഷോട്ട് എന്തിനു ഷെയർ ചെയ്തു എന്ന് കെ ലതികയോട് ഞാൻ ചോദിച്ചു. ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജനം അറിയേണ്ടേ എന്നാണ് ലതിക എന്നോട് പറഞ്ഞത്. അതിനുശേഷം കെ ശൈലജ പറയുന്നുണ്ട്, കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ആരാണെങ്കിലും പിടിക്കപ്പെടണം എന്നാണ് കെ ശൈലജ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ പ്രചാരണ വേളയിൽ ഇങ്ങനെയൊരു സ്ക്രീൻഷോട്ട് വരുമ്പോൾ, അതിൽ ഈ കാഫിർ പരാമർശമൊക്കെ വരുമ്പോൾ എത്ര വർഗീയമായിട്ടാണ് ഒരു ചേരിതിരിവ് ഉണ്ടാക്കി അതിന്റെ ഗുണം കൊയ്യാൻ ശ്രമിച്ചത്. അത് ശ്രമിച്ചത് ആരായാലും അത് എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നല്ല, അല്ലെങ്കിൽ ആരോപണ വിധേയനായ വ്യക്തിയല്ല എന്ന് കോടതിയിൽ പോയി അയാൾ തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇത് എവിടെ നിന്ന് റിബേഷിന് കിട്ടി? റിബേഷാണത് പറയേണ്ടത്. റിബേഷ് പറഞ്ഞില്ലെങ്കിൽ റിബേഷിനെ പ്രതി ചേർക്കുകയാണ് വേണ്ടത്. ഇപ്പോഴും സാക്ഷിപ്പട്ടികയിൽ നിൽക്കുകയാണ് റിബേഷ്. അതെന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ? അതെ, ഞാൻ പറയുന്നത് ഈ ഒരു പ്രയോഗത്തിന് മുമ്പ് കുറെ സംഭവങ്ങളുണ്ടായി. അല്ല, ഇതിനെക്കുറിച്ച് പറയൂ. അല്ല, ഞാൻ പറയട്ടെ. നിൽക്കട്ടെ, നമ്മുടെ വിഷയം കാഫിറാണല്ലോ. പറയട്ടെ. മുമ്പൊരു സംഭവം ഉണ്ടായത് ഇപ്രകാരം വർഗീയ പ്രകടനത്തിന്റെ ഭാഗമായി ശൈല ടീച്ചർ ഒരു മതവിരുദ്ധയാണ് സ്ഥിരീകരിക്കുന്ന സാധാരണ സാധനങ്ങൾ അവിടെ വന്നു. അവരതിൽ പരാതിക്കാരായി നിൽക്കുന്നു. ആ പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്ന വിധമുള്ള സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഇടതുപക്ഷം ഉണ്ടാക്കിയതാണോ വലതുപക്ഷം ഉണ്ടാക്കിയാന്നുള്ളതാണ് ശാസ്ത്രീയ പരിശോധന തെളിയാൻ പോകുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം എന്താണ്? ഈ വർഗീയ പ്രകടനങ്ങളെല്ലാം തള്ളിക്കളയേണ്ടതല്ലേ? ഉദാഹരണമായിട്ട് നമുക്ക് പൊതുവൽക്കരിക്കേണ്ട. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, അങ്ങേക്ക് ഒരു 100 ഉദാഹരണം പറയാനുണ്ടാകും, എനിക്കും ഉണ്ടാകും ഒരു 50 ഉദാഹരണം പറയാൻ, കോൺഗ്രസിനും ഉണ്ടാകും ഒരു 25 ഉദാഹരണം പറയാൻ. പക്ഷെ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം കാഫിർ സ്ക്രീൻഷോട്ട് അത് നിർമ്മിച്ചത് ആരാണെന്ന് അറിയാൻ പാർട്ടിക്കും താല്പര്യമില്ലേ? പാർട്ടിയല്ലേ പ്രതിക്കൂട്ടിലാക്കിയത്? അതിനൊക്കെ നിന്ന് കൊടുക്കണോ പാർട്ടി? ഞാൻ പറയട്ടെ. ഉദാഹരണമായിട്ട് കൊടുവ തീയെ റൂട്ടില്ല. CH കണാറിനെ പോലെ CPM-ന്റെ സെക്രട്ടറി ആയിരുന്ന ജയിക്കാൻ വേണ്ടി അവിടെ ചുമരെടുത്തുണ്ടായിരുന്ന ഒരാൾ പറയുന്നു. നിങ്ങളുടെ ചാനലിലല്ല പറഞ്ഞു കേട്ടോ, പറയുന്ന മറ്റൊരു ചാനലിലാണ്. ചാനലിൽ അദ്ദേഹം പറയുന്നതിനാണ് പറയുന്നത് തലേ ദിവസം CPM പ്രധാനപ്പെട്ട ഒരാൾ, ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ പോസ്റ്റ് ഇടുന്നു. നാലാപുരത്ത് CPM-ന് ജയിക്കാൻ CH കണാറിൽ കൊടുവത്തിയെ വോട്ടില്ല എന്ന് ചോര അവിടെ എഴുതി വെച്ചു. അത് അതുപോലെ തന്നെ പിറ്റേ ദിവസം ഒരു ചാനൽ പറയുകയാണ് ഈ കൊടുവാത്തിയെ വോട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രചരണം വരുന്നത് ഏത് കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ്? CPM ആണോ ചെയ്തത്? മറ്റുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് കരുതി അല്ലല്ല, മറ്റുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന് CPM അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? CPM-ൽ നിന്ന് അതാണോ കേരളം പ്രതീക്ഷിക്കുന്നത്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? CPM ചെയ്യുന്നല്ലോ. CPM രക്തസാക്ഷികളായതല്ലേ. അവിടെ പള്ളി സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിയായ പാർട്ടിയല്ല CPM. അല്ല, ഇവിടെ ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്നത് ആരാണ്? ആ പാർട്ടിയുടെ പേര് CPIM എന്നാണ്. കുടുംബമൊന്നുമില്ല. പോലീസ് പരിശോധിച്ച് എന്താണോ തെറ്റ് ചെയ്തത് കണ്ടെത്തി കഴിഞ്ഞാൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിലനിർത്തിയിരിക്കും. ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയമില്ല. കേരളത്തിലെ പോലീസ് ഫലപ്രദമായി അന്വേഷിക്കുന്നതിന് കാരണം എന്താണ്? ഇപ്പോഴും ആദ്യമായി ആ സ്ക്രീൻഷോട്ട് പങ്കുവച്ചതായി ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആള് റിബേഷ് ആണ്. റിബേഷ് ഇപ്പോഴും പ്രതിയായിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. ഞാൻ അതിലേക്ക് തിരികെ എത്താം.